KSന് മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന, അതായത് എല്ലാ സീരിയസ് കാൻഡിഡേറ്റ്സിനും നേരിടുന്ന കുറേ പ്രോബ്ലംസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ബേസിക്കലി ഇന്നത്തെ സെഷൻ്റെ എയിം എന്താണെന്ന് വെച്ചാൽ, ഒരു ടോപ്പറിന് വേണ്ട റിക്വയർമെൻറ്റ്സ്, നിങ്ങൾക്ക് ഒരു സീരിയസ് KSന് മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സീരിയസ് കാൻഡിഡേറ്റിന് ടോപ്പറാകാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ഈ ഒരു സെഷനോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ റീസെൻ്റ്ലി 2 ദിവസം മുമ്പ് 21 ജൂലൈയിൽ കേരള PSC ഒരു കുറിപ്പിലൂടെ ഇൻഫോം ചെയ്ത് ഇവിടെ KSൻ്റെ പ്രിലിംസിൻ്റെ റിസൾട്ട് ഉടനെ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ ഏകദേശം ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ ഇന്ന് 23 ജൂലൈ നമ്മുടെ മെയിൻസ് നടക്കാൻ പോകുന്നത് 17, 18 ഒക്ടോബർ. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 85 ദിവസമുണ്ട്. 85 ഡേയ്സ് ആർ ദെയർ ഫോർ യുവർ മെയിൻസ്. 85 ഡേയ്സ് ആർ ദെയർ ഫോർ യുവർ മെയിൻസ്. അപ്പോൾ ഈ സമയത്ത് ഈ കഴിഞ്ഞ 2-3 വീക്കിനിടയിൽ KSന് മെയിൻസിന് പഠിക്കുന്ന കുറേ കുട്ടികളുടെ കൺസേൺസ് ആദ്യം അഡ്രസ്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ മെയിൻസ് എക്സാമിൽ റാങ്ക് ലിസ്റ്റ് വരാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ കുട്ടികളുടെ ഇടയിൽ ഒരു കൺസേൺ ഉണ്ട്. എന്താണ്, ഈ പ്രാവശ്യം KSന് 3 സ്ട്രീമിലും സീറ്റ്സ് കുറവായതുകൊണ്ട് കട്ട് ഓഫ് വളരെ ഹൈ ആയിരിക്കും. അതൊരു ഒരു ഒരു ടു ആൻ എക്സ്റ്റെൻറ്റ് അത് കുറച്ചൊക്കെ ശരിയാണെങ്കിലും ഇപ്പോൾ ഒരു സ്ട്രീം 1-ൽ ഒരു 90-95 ഒക്കെ വരുന്ന കുട്ടികൾ പോലും റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ സ്ട്രീം 2-ൻ്റെ സ്ട്രീം 3-ൻ്റെ ഒക്കെ അവസ്ഥ. അപ്പോൾ ഈ കട്ട് ഓഫ് കാരണം ഒരുപാട് കുട്ടികൾ പ്രിലിംസ് പാസ്സാൻ ഉറപ്പുള്ള ഒരുപാട് കുട്ടികൾ മെയിൻസിന് വേണ്ടി പഠിക്കുന്നില്ല. അത് ഇപ്പം തന്നെ അവർ ഓൾമോസ്റ്റ് 1 മാസത്തോളം, പ്രിലിംസ് കഴിഞ്ഞ് 1 മാസത്തിന് മേലെയായി അവർ കാര്യമായിട്ട് മെയിൻസിന് വേണ്ടിയിട്ടൊന്നും തയ്യാറെടുത്തിട്ടില്ല. അപ്പോൾ ഇനി എന്തായാലും ഉറപ്പാണ്, വളരെ അടുത്ത് തന്നെ റിസൾട്ട് വരും. അപ്പോൾ അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇനി എങ്ങനെ പഠിക്കാം, ഇനിയുള്ള ദിവസം എങ്ങനെ പഠിച്ച്, എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിച്ച് നല്ല മാർക്കോടുകൂടി ഈ പരീക്ഷ പാസ്സാകാം എന്നുള്ളത് മാത്രമായിരിക്കണം നിങ്ങളുടെ കൺസേൺ. ഓക്കെ, അപ്പോൾ ഇവിടെ കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചിട്ട് ഇനിയിപ്പോൾ എന്തായാലും ഈ സമയത്ത് ഇനി ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും റിസൾട്ട് വരും. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാം നിങ്ങൾ പ്രിലിംസ് പാസ്സാവും ഇല്ല എന്നുള്ളത്. അപ്പോൾ പ്രിലിംസ് പാസ്സായ കുട്ടികൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ പറയും, ഉടനെ തന്നെ റിസൾട്ട് വരും. അപ്പോൾ ഈ പ്രിലിംസ് പാസ്സായി കഴിഞ്ഞാൽ ഉള്ള കുട്ടികൾക്കുള്ള ഒരു ജനറൽ, ഇനി അടുത്ത 85 ദിവസം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നിങ്ങളോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കൺസേൺ ഉണ്ട്. എന്താണ്, സീറ്റ് വളരെ കുറവല്ലേ, അപ്പോൾ ചാൻസ് വളരെ വളരെ റെയറല്ലേ എന്നുള്ള ഒരു കൺസേൺ. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ചോദ്യം ഒരിക്കലും ചോദിക്കരുത്, ഞാൻ പാസ്സാകുമോ, വിൽ ഐ ക്വാളിഫൈ. ഇത് ഈ എക്സാമിനല്ല, നിങ്ങൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനും, അത് UPSC ആയിക്കോട്ടെ, KS ആയിക്കോട്ടെ, PSCൻ്റെ ഏത് എക്സാം ആയിക്കോട്ടെ, SSCൻ്റെ ഏത് എക്സാം ആയിക്കോട്ടെ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, സ്വയം ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കൺസേൺ. അപ്പോൾ ആ ചോദ്യത്തിനുള്ളൊരു ഉത്തരം എന്ന നിലയിൽ ഞാൻ പറയുന്നത് വെച്ചാൽ, ഈ പരീക്ഷയിൽ മീൻസ് പാസ്സാകാൻ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ വരാൻ എത്ര മാർക്കാണ് വേണ്ടത്? ഇവിടെ KSനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ KSൻ്റെ മാർക്സ് വെച്ചിട്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ഒരു 2 വീക്സ് ബാക്ക്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും ആ വീഡിയോ കാണുക. ആ വീഡിയോൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ അടിയിലുണ്ട്. കാര്യം അത് ഡീറ്റെയിൽ ആയിട്ട് സിലബസും ക്വസ്റ്റ്യൻ പേപ്പറും കണക്ട് ചെയ്തിട്ട് എന്താണ് പഠിക്കേണ്ടതെന്ന് ഞാൻ അതിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സെഷൻ അതല്ല. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കാണ്ട്, ഇപ്പോൾ സ്ട്രീം 1-ൽ പഠിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തത് ടോപ്പ് 5 റാങ്കിൽ വരാൻ ഒരു 115-നും 165 ഇടയിൽ സ്കോർ ചെയ്താൽ, 165 ആയാൽ നിങ്ങൾ റാങ്ക് 1 ആയി. അപ്പോൾ 300-ലാണ് ഈ മാർക്ക്. 300-ൽ 165 മാർക്ക് വാങ്ങിക്കാൻ അത് അടുത്ത 85 ദിവസം. അല്ലെങ്കിൽ സ്ട്രീം 2 ആണെങ്കിൽ ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ 150 മാർക്കാണ്. ഈ 150 മാർക്ക് വാങ്ങിക്കാൻ അടുത്ത എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ സ്ട്രീം 3-ലാണെങ്കിൽ 120 മാർക്ക് മതി ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സ്ട്രീം 2-ലും സ്ട്രീം 3-ലും കട്ട് ഓഫ് കുറയാനുള്ള കാരണം
ഇതിൽ ഭൂരിഭാഗം കാൻഡിഡേറ്റ്സും വർക്കിംഗ് ആണ്. അപ്പോൾ അവർക്ക് സ്ട്രീം വണ്ണുകാരെ പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ എക്സാമിന് വേണ്ടി ഫുള്ളി ഇതിന് ടൈം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട്, ഫാമിലി റിലേറ്റഡ് കുറേ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അവരുടെ ടൈം ഈ എക്സാമിന് വേണ്ടി കൊടുക്കുന്ന ടൈം കുറവായതുകൊണ്ടാണ് അവരുടെ കട്ട് ഓഫ് കുറയാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാ സ്ട്രീം 2 എല്ലാവർക്കും ഈ പ്രോബ്ലം ഉണ്ട്, സ്ട്രീം 3 എല്ലാവർക്കും ഈ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കുറവാണ് റാങ്ക് ലിസ്റ്റിൽ വരാൻ. അപ്പോൾ നിങ്ങൾ കോമ്പറ്റേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഏത് സ്ട്രീമിലാണോ ആ സ്ട്രീമിൽ അനുസരിച്ച്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ 12 മണിക്കൂറൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ ഉദ്ദേശിച്ചത് സ്ട്രീം 1 ഉദ്ദേശിച്ചിട്ടാണ്. ഈ വർക്കിംഗ് പീപ്പിളായ സ്ട്രീം 2 3 ഉദ്ദേശിച്ചല്ല, അവർക്ക് അതിൻ്റെ അനുസരിച്ചുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ ഈ പരീക്ഷ പാസ്സാകുമോ എന്നുള്ളതല്ല ക്വസ്റ്റ്യൻ. ദ ക്വസ്റ്റ്യൻ എന്താണ്, എനിക്ക് ഇപ്പം ഞാൻ സ്ട്രീം 1 പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ 165 മാർക്ക് വാങ്ങിക്കാൻ അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള മാർക്ക് വാങ്ങിക്കാൻ ഇനി 85 ദിവസം കൊണ്ട് എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അതും സാധിക്കും. അതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഇതേപോലെ തന്നെ സ്ട്രീം 2 150 മാർക്സ് വാങ്ങിക്കാൻ പറ്റും. സ്ട്രീം 3 എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന 120 മാർക്സ്. ഇതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇതിനെക്കുറിച്ച് ഇത് മാത്രം ചിന്തിച്ചാൽ മതി. ഈ മാർക്ക് അറ്റൈൻ ചെയ്താൽ മാത്രം അതിനുള്ള സ്ട്രാറ്റജി, അതിനുള്ള ടൈം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. അല്ലാണ്ട് പാസ്സാകുമോ എന്നുള്ള ചോദ്യമല്ല, ഈ മാർക്ക് വാങ്ങിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അതൊരു മനസ്സിൽ വെച്ചിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് അറ്റൈൻ ചെയ്യാൻ, ഈ മാർക്ക് അറ്റൈൻ ചെയ്യാൻ ഓരോ സ്ട്രീമിലുള്ളവരും അഡോപ്റ്റ് ചെയ്യേണ്ട സ്ട്രാറ്റജി ഡിഫറെൻ്റ് ആണ്. കട്ട് ഓഫ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ടൈം, നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ടി പഠിക്കാനുള്ള സമയം ഓരോ സ്ട്രീമായിരിക്കും ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കട്ട് ഓഫ് മാർക്കും അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് ടോപ്പ് മാർക്കും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഡിഫറെൻറ്റ് സ്ട്രാറ്റജി നിങ്ങൾ അഡോപ്റ്റ് ചെയ്യണം. സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഓരോരുത്തർക്കും അറിയാം, ഓരോ സ്ട്രീമിലുള്ളവർക്കും അറിയാം എത്ര സമയം ഇനിയുള്ള 85 ദിവസം അല്ലെങ്കിൽ 80 ദിവസം എനിക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അപ്പോൾ നിങ്ങളുടെ സമയം ഏറ്റവും എഫക്റ്റീവായിട്ട്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ടൈം ഭയങ്കര പ്രഷ്യസ് ആണ്. ടൈം ഇസ് വെരി പ്രഷ്യസ്. ഈ ടൈം നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അതായത് നിങ്ങൾ അൺപ്രൊഡക്റ്റീവ് വർക്ക് ചെയ്യരുത്. എല്ലാ കുട്ടികളും ചെയ്യുന്ന പോലെ അൺപ്രൊഡക്റ്റീവ് വർക്ക് ചെയ്യരുത്. എന്താണ് ഈ അൺപ്രൊഡക്റ്റീവ് വർക്ക്? നിങ്ങൾ എന്ത് ചെയ്യുക, മെറ്റീരിയൽ തേടി പോവുക. സ്റ്റുഡൻ്റ് എന്ന നിലയിൽ മെറ്റീരിയൽ തേടി പോവുക, ലൈക്ക് അങ്ങനെ കുറേ സമയം നോട്ട് ഉണ്ടാക്കണം വേണ്ടെന്നല്ല പറഞ്ഞു. അപ്പോൾ മെറ്റീരിയൽ തേടി, അപ്പോൾ അങ്ങനെ ഒരുപാട് സമയം നിങ്ങൾ എന്ത് ചെയ്യരുത്, കളയരുത്. അപ്പോൾ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ എടുത്ത് പഠിച്ച് വേണം പോകാൻ. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങളുടെ സിലബസും ഈ കഴിഞ്ഞ KS മെയിൻസിന് നടന്ന 2 ക്വസ്റ്റ്യൻ പേപ്പർ, അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. കണ്ടോ, സിലബസും കണ്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും. ഓക്കെ, ഇത് നമ്മുടെ 2020-ലും 2021-ലുമായിട്ട് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അത് ഞാൻ ടോപ്പിക് വൈസ് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് അത് PPT ആയിട്ട് ആ സെഷനാണ് കഴിഞ്ഞ വീഡിയോ നടന്നത്. കാണാത്തൊരു ആ വീഡിയോ കാണാം. PPT നമ്മുടെ ടെലിഗ്രാം ചാനൽ ഞാനിപ്പോൾ ഇന്ന് ഈ വർഷം മെയിൻസ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു പബ്ലിക് ടെലിഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് KS മെയിൻസ് 25 സിവിൽസ് 360 എന്നുള്ള പബ്ലിക് ചാനൽ. അത് നിങ്ങൾക്ക് പബ്ലിക് ചാനലാണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അത് അടിച്ചു കൊടുത്താൽ മതി, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കൺസേൺ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നത്തെ ചോദ്യം ഏതാണ്, വിൽ ഐ ക്വാളിഫൈ എന്നുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറും സിലബസും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇവിടെ 3 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ KS മെയിൻസിന്, വേറെ ഒന്നുമല്ല. 3 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ്. അപ്പോൾ 3 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ഞാൻ എങ്ങനെയാണ് എഴുതുക? ചില ക്വസ്റ്റ്യനൊക്കെ ഡയറക്റ്റ്, ചില ക്വസ്റ്റ്യൻ എങ്ങനെയാണ് 3 മാർക്കിന് എഴുതാന്നുള്ള ഒരു കൺസേൺ പല കുട്ടികളും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനാണ് നിങ്ങൾക്ക് റൈറ്റിംഗ് സ്ട്രാറ്റജി വേണ്ടത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മെയിൻസിന്
നിങ്ങൾ വായിക്കുന്നതിന് കൂടെ തന്നെ ആൻസർ എഴുതി പ്രാക്ടീസ് ചെയ്യണം. ആൻസർ എഴുതി പ്രാക്ടീസ് ചെയ്താൽ പോരാ, അത് പ്രോപ്പർലി ഇവാലുവേറ്റ് ചെയ്യുകയും വേണം നിങ്ങൾ എഴുതുന്നത് കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ പല കുട്ടികളും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവർ ആൻസർ എഴുതുമ്പോൾ അവർക്കറിയാവുന്ന നോളേജാണ് ആൻസറിൽ കൊണ്ടുവരുന്നത്. അവരൊരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ടോപ്പിക്കിൽ നിന്നുള്ള പല പോയിന്റും മാക്സിമം പോയിന്റ് അവർ ആൻസർ എഴുതാൻ ശ്രമിക്കും. അതല്ല, അങ്ങനെയല്ല മെയിൻസിന് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. എന്താണോ ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഹാവ് ബീൻ ആസ്ഡ്, എന്താണോ ചോദിച്ചിട്ടുള്ളത് അത് മാത്രമേ ആൻസർ ചെയ്താൻ പാടുള്ളൂ. വേറെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ആൻസർ ചെയ്യാൻ പാടില്ല. വേറെ എന്ത് ആൻസർ ചെയ്താലും നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടില്ല. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, റൈറ്റിംഗ് പ്രാക്ടീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ പിന്നെ നല്ല മാർക്ക് കിട്ടണമെന്ന് 3 മാർക്കിൽ അറ്റംപ്റ്റ് ചെയ്താൽ മാത്രമല്ല, നല്ല മാർക്ക്, അതായത് ഒരു 50% ഇപ്പോൾ 3 മാർക്കിൽ 1.5 മാർക്ക് നല്ല മാർക്കാണ്. പക്ഷെ ചില ക്വസ്റ്റ്യന്, ചില ആൻസേഴ്സിൻ്റെ ഒക്കെ 1.25 മാർക്ക് വരെ നമുക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ 3 മാർക്കിൽ, അതിന് 3 മാർക്ക് എന്ന് പറയുമ്പോൾ 5 ലൈനേ ഉണ്ടാവുള്ളൂ. 5 ലൈൻസ് ആണ് സാധാരണ നിലയിൽ കേസ് മെയിൻസിന് ഉണ്ടാവുക. പക്ഷെ കഴിഞ്ഞ വർഷം നടന്ന ആൻസർ ഷീറ്റിൽ ചില ക്വസ്റ്റ്യൻസിന് കുറച്ചധികം ലൈന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ജനറലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 5 ലൈനും റൂൾഡ് ലൈൻ ആയിരിക്കും. ആ 5 ലൈനിൽ എഴുതണം, ആൻസർ എഴുതണം. 5 മാർക്കിൻ്റെ ആണെങ്കിൽ 8 ലൈനും ഉണ്ടാവും. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് 8 ലൈനും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞ ഈ സമയത്ത് അപ്പോൾ ഇവിടെ 2 ഇഷ്യൂ KS മെയിൻസിലുണ്ട്. ഒന്ന്, ഈ കറക്റ്റ് പോയിന്റ് എഴുതണം. 2, ആ തന്ന സ്പേസിൽ എഴുതണം. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഒരുപാട് കുട്ടികൾ UPSCക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലെ ഈ ഡിഗ്രി പ്രിലിംസിനും മെയിൻസിനും പഠിക്കുന്ന കുട്ടികളാണെങ്കിലും പലർക്കും പല രീതിയിലാണ് പ്രശ്നങ്ങൾ. ഒന്ന്, ഡിഗ്രി പ്രിലിംസിനും ഡിഗ്രി മെയിൻസ് കേരള PSC പഠിക്കുന്ന കുട്ടികൾക്ക് എഴുതി പ്രാക്ടീസ് ഇല്ല. UPSCക്ക് പഠിച്ച കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അവർ ലോങ് ആൻസർ 10 മാർക്ക് 15 മാർക്കിൻ്റെ ഒക്കെ ആൻസർ ചെയ്ത് ശീലിച്ചവരാണ്. അവർക്ക് ഈ ഷോർട്ട് ആൻസർ ചെയ്ത് ശീലമില്ല. അപ്പോൾ അവർക്ക് മീൻസ് അവർ ബുദ്ധിമുട്ടുന്നുണ്ട് അത് അങ്ങനെ ആൻസർ ചെയ്യാനാണ്. സ്ട്രീം 2 ആണെങ്കിലും സ്ട്രീം 3 ആണെങ്കിലും കുറേ നാളായിട്ട് അവർ അങ്ങനെ ആൻസർ എഴുതിയിട്ടേ ഇല്ല. അപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് ആൻസർ റൈറ്റിംഗ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആൻസർ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്താൽ, ഇപ്പോൾ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഈ വീഡിയോ കാണുന്നവർ ഒരു തെറ്റില്ലാത്ത കട്ട് ഓഫ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, നല്ല സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ വായിച്ച് ആൻസർ റൈറ്റിംഗ് തുടങ്ങുക. ഇവിടെ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇന്ന് ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. ഞാനൊരു കുറച്ച് മെറ്റീരിയൽ ഇട്ടിട്ടുണ്ട്. ആ മെറ്റീരിയൽ വായിച്ച് അതിൽ തന്നെ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഞാൻ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും ഇട്ടിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ വായിച്ച്, ആ മെറ്റീരിയൽ വായിച്ച്, ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ ചെയ്ത് തുടങ്ങുക. റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇൻക്രീസ് മീൻസ്, അപ്പോൾ ആ മെറ്റീരിയൽ എന്തിനാണ് ഇട്ടതെന്നുള്ള വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് നിങ്ങൾ വായിക്കേണ്ടത്. ഒരു ടോപ്പിക്കിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിന് വേണ്ടി നമ്മളൊരു ലിമിറ്റഡ് ടൈം, നമ്മൾ ഒരു സെറ്റ് ടൈം വെച്ചിട്ടുണ്ടാണ്. അപ്പോൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ആ സിലബസ് പറയുന്ന ഓരോ ടേമും അതിൻ്റെ ആദ്യം ഒരു മിനിമൽ നോളേജ് ഉണ്ടാക്കിയിട്ട് പിന്നെ ഡെപ്തിൽ ടൈമിനനുസരിച്ച് ഡെപ്തിൽ പോയി പഠിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ എക്സാമിനെ നേരിടേണ്ടത്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് എന്ത്, സ്പേസ് മാനേജ്മെൻറ്റും ടൈം മാനേജ്മെൻറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് എന്ത്, ക്വാളിറ്റി സ്റ്റഡി മെറ്റീരിയൽ. നിങ്ങൾക്ക് ക്വാളിറ്റി സ്റ്റഡി മെറ്റീരിയൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന അതുപോലെ തന്നെ ആ ക്വാളിറ്റി അതിനനുസരിച്ചുള്ള PSC ചോദിച്ചിട്ടുള്ള KSന് ചോദിച്ചിട്ടുള്ള അതേ സ്റ്റാൻഡേർഡിലുള്ള ക്വസ്റ്റ്യൻസിന് തന്നെ ആൻസർ ചെയ്ത് ശീലിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ അവിടെ ഒരു വീക്ക് ടൈം ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ സ്റ്റുഡൻറ്റ് നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലും ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരുപാട് സമയം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട്, ഒരു ഡെയിലി സ്റ്റഡി ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട്, സ്റ്റഡി ഷെഡ്യൂൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 10 ആൻസർ എങ്കിലും എഴുതി പ്രാക്ടീസ് ചെയ്യണം. പല സബ്ജക്റ്റിൽ നിന്നായിട്ട് നിങ്ങൾ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 100 മാർക്കും 120 മിനിറ്റുമാണ്. 100 മാർക്ക് 120 മിനിറ്റ്, 2 മണിക്കൂർ. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 മാർക്ക് എഴുതാൻ നമുക്ക് ഏകദേശം 3.6 മിനിറ്റും 5 മാർക്ക് എഴുതാൻ 6 മിനിറ്റിൽ എഴുതി ശീലിക്കണം. അപ്പോൾ ഇപ്പോൾ തന്നെ അത് പ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ടൈമിൽ. അപ്പോൾ സാധാരണ ഒരു പ്രാക്ടീസ് ഇല്ലാത്ത ഒരു ആദ്യം ആൻസർ എഴുതുമ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ കുട്ടികൾ ചെയ്തപ്പോൾ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ ആദ്യം എഴുതുമ്പോൾ 6 മിനിറ്റ് 9 മിനിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് 3 മാർക്ക്. പക്ഷെ അവർ കണ്ടിന്യൂസ്ലി ആൻസർ എഴുതി ആ ക്വാളിറ്റി ആൻസർ ആ പറഞ്ഞ ടൈമിൽ 3 മിനിറ്റ് 3.5 മിനിറ്റ് 4 മിനിറ്റിലൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് അവർ നേരത്തെ തുടങ്ങിയതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോഴും ഒട്ടും തുടങ്ങാത്തവർ വീണ്ടും നിങ്ങൾ തുടങ്ങുന്നത് ലേറ്റ് ആവുന്നതനുസരിച്ച് അത് ഡ്രാഗ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ അതിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും. മറ്റു കുട്ടികൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് ആര് നേരത്തെ
പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, അത് അവർക്ക് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന 2 ഇഷ്യൂസ് എന്താണ്? ടൈം മാനേജ്മെൻറ്റും സ്പേസ് മാനേജ്മെൻറ്റും. അതായത് സ്പേസ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ 3 മാർക്കിന് നോർമലി. അപ്പോൾ ചില കുട്ടികൾ ചോദിക്കും, സാറേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മെയിൻസ് ചെയ്തത് ശരിയാണ്, കഴിഞ്ഞ പ്രാവശ്യം കേരള PSCക്ക് അവരുടെ ആൻസർ ഷീറ്റിൽ അങ്ങനെ സ്പേസ് വന്നിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് അത് ഈ വർഷം ചിലപ്പോൾ വരാം. അപ്പോൾ വന്നാൽ നിങ്ങൾക്ക് അധികം സ്പേസ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, നിങ്ങൾ എഴുതിക്കോ. പക്ഷെ ലിമിറ്റഡ് സ്പേസ് വന്നാലാണ് പ്രശ്നം. അപ്പോൾ ആൻസർ എഴുതി പഠിക്കുമ്പോൾ ലിമിറ്റഡ് സ്പേസിൽ തന്നെ റൂൾഡ് ലൈനുള്ള ആൻസർ. അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെ കുട്ടികൾക്ക് ആൻസർ ഷീറ്റിൽ ഞാൻ അതിൻ്റെ PDF 3 മാർക്കിന് 5 മാർക്കിന് ക്വസ്റ്റ്യൻസ് ആൻസർ ഷീറ്റ് അതും ടെലിഗ്രാം ചാനലിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട, ഇപ്പോൾ മെയിൻസ് ക്വാളിഫൈ ചെയ്ത കുട്ടികൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി അറ്റ്ലീസ്റ്റ് അത് നിങ്ങളുടെ ഞാൻ സ്ട്രീം 1നെ ഉദ്ദേശിക്കുന്നത്, സ്ട്രീം 1ലുള്ളവർ ഒരു ദിവസം 10 മണിക്കൂർ പഠിച്ചേ പറ്റൂ. 10 മണിക്കൂർ ചുരുങ്ങിയത് ഒരു 5 സബ്ജക്റ്റ് ഈ 2 മണിക്കൂർ വെച്ചിട്ട് ഓരോ സബ്ജക്റ്റ് പഠിച്ച് അതിൽ നിന്നിട്ട് ആ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് ആൻസർ എഴുതി അത് ഒരു എഴുതാൻ വേണ്ടി തന്നെ ഒരു മണിക്കൂർ നിങ്ങൾ മാറ്റി വെക്കണം. ഒന്നിലധികം മണിക്കൂർ മാറ്റി വെച്ച് അടുത്തൊരു 85 ദിവസം കൃത്യമായിട്ട് പഠിച്ചാൽ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ റിവിഷനും വേണം. അപ്പോൾ റിവിഷൻ ഏറ്റവും ബെസ്റ്റ് എന്താണ്? വീക്ക്ലി ടെസ്റ്റാണ്. ഈ ഒരാഴ്ച പഠിച്ച ഒരു എക്സാമിന് ഇത്രയും ടോപ്പിക്കിൻ്റെ ഒരു വീക്ക്ലി ടെസ്റ്റ് നടത്തുമ്പോൾ നിങ്ങൾക്ക് റിവിഷനായി. അപ്പോൾ വീക്ക്ലി ടെസ്റ്റ് നടത്തുമ്പോൾ എൻ്റെ ഒരു സജഷൻ എന്താണ്? ഒരു 3 മാർക്കിന് 5 ക്വസ്റ്റ്യൻ, 5 മാർക്കിന് 5 ക്വസ്റ്റ്യൻ, അപ്പോൾ ഒരു 10 ക്വസ്റ്റ്യനായി 40 മാർക്കിൻ്റെ ഒരു വീക്ക്ലി ടെസ്റ്റ് നിങ്ങൾ വീക്ക്ലി എഴുതുക. അപ്പോൾ അതിനൊരു ടൈം ഉണ്ട്. അപ്പോൾ നമ്മൾ 48 മിനിറ്റ് കൊണ്ട് എക്സാം കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ഒരു പ്രോസസ്സ്. അപ്പോൾ റിവിഷനും നടക്കും, വീണ്ടും ഒരു 10 ക്വസ്റ്റ്യൻ എഴുതി പ്രാക്ടീസ് ആയും ചെയ്യും. അങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ഫുൾ ടെസ്റ്റ് എഴുതാം. എന്താണ്? 26 ക്വസ്റ്റ്യൻ്റെയോ അല്ലെങ്കിൽ 28 ക്വസ്റ്റ്യൻ്റെയോ. ഇവിടെ ശ്രദ്ധിക്കണം, കഴിഞ്ഞ KSന് പേപ്പർ 1നും പേപ്പർ 3ക്കും 26 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പേപ്പർ 2ന് 28 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പേപ്പർ 2ന് 28 ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് എങ്ങനെയാണ് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോക്കിയേ, 15 × 3 എന്ന് വെച്ചാൽ 15 3 മാർക്കും, അത് 45ആയി. പിന്നെ 11 5 മാർക്കും, അപ്പോൾ 45 + 55, അങ്ങനെയാണ് 26. 15 + 11 26 ക്വസ്റ്റ്യൻ. ഇതാണ് പേപ്പർ 1നും പേപ്പർ 3ക്കും ഉണ്ടായത്. ഇനി പേപ്പർ 2ന് ഉണ്ടായെന്ന് വെച്ചാൽ 20 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ 20 ക്വസ്റ്റ്യനും 5 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യനും, അങ്ങനെയാണ് 28 ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തായി? 60 + 40 100 മാർക്കായി. അപ്പോൾ ഇവിടെ ഈ പ്രാവശ്യത്തെ മെയിൻസിൽ വേണമെങ്കിൽ ചിലപ്പോൾ അങ്ങനെ കൂടെ മാറ്റാം. എന്തായാലും 26 ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 28 ക്വസ്റ്റ്യനോ ഉണ്ടാവും. 3 മാർക്കിന് 5 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിരിക്കും, അതിലൊരു മാറ്റവും ഇല്ല. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങളുടെ അപ്പോൾ വെറുതെ വായിച്ച മെറ്റീരിയൽ മാത്രം വായിച്ച്, ഇപ്പോൾ ഞാൻ കുറച്ച് കുട്ടികൾ കഴിഞ്ഞ മെയിൻസ് എഴുതിയ കുട്ടികളോട്, മെയിൻസ് ക്വാളിഫൈ ചെയ്യാത്ത കുട്ടികളോട് ചോദിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ പലപ്പോഴും പ്രിപ്പയർ ചെയ്യാൻ വളരെ ലാസ്റ്റ് ഒരു മാസമൊക്കെ അവർ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് മെയിൻസ് എഴുതിയപ്പോൾ പലപ്പോഴും അവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാണ്, ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ലാസ്റ്റ് മൊമെന്റിലേക്ക് ആദ്യം ഞാൻ മൊത്തം സിലബസ് പഠിച്ച് കഴിയട്ടെ എന്നിട്ട് ആൻസർ എഴുതി പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. അത് ഫസ്റ്റ് ഡേ 1ൽ തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ ആൻസർ റൈറ്റിംഗ് എഴുതി, പഠിച്ച ടോപ്പിക്കിൽ നിന്ന് ആൻസർ എഴുതി തന്നെ വേണം പഠിക്കാൻ. ഓക്കെ, അത് പിന്നെ എങ്ങനെ ആൻസർ എഴുതണം? 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തൊക്കെ, ഒരു ആൻസർ റൈറ്റിംഗിൽ നിങ്ങൾ എന്തൊക്കെ മിസ്റ്റേക്സ് വരുത്തും? 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്? 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം വരുന്ന വീഡിയോകളിൽ ഈ പ്രാവശ്യം മെയിൻസിന് വേണ്ടി ഞാൻ ചെയ്യുന്നതായിരിക്കും. അത് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും, യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആയിരിക്കും, ടെലിഗ്രാം ചാനലിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് ആ കൺസേൺ നമുക്ക് പിന്നീട് അഡ്രസ്സ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റിസൾട്ട് വന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഞാൻ 85 ഡേയ്സിലേക്ക് ഞാൻ ഒരു 70 ഡേയ്സ് കൊണ്ട് 85 ഡേയ്സ് നമുക്ക് ഉണ്ടെങ്കിൽ 70 ഡേയ്സ് കൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മൊത്തം സിലബസ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. മൊത്തം സിലബസ് പേപ്പർ 1ഉം പേപ്പർ 2ഉം പേപ്പർ 3ൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ദിവസം 10 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ നമുക്ക് 10 മണിക്കൂർ നമുക്ക് പഠിക്കുകയാണെങ്കിൽ 10 എന്ന് പറയുമ്പോൾ എന്തായി? 10 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ 10 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ 70 ദിവസം എന്ന് പറയുമ്പോൾ 700 മണിക്കൂർ അല്ലേ? 10 മണിക്കൂർ വെച്ചിട്ട് 70 ഡേയ്സിന്
അവേഴ്സ് വെച്ച് 70 ഡേയ്സിന് പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു 700 അവേഴ്സ് കിട്ടും. അപ്പോൾ ഈ 700 അവേഴ്സ് നിങ്ങൾ ഒരു പ്രോപ്പർലി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 270 അവേഴ്സ്. ഞാൻ പേപ്പർ 1ൻ്റെ സിലബസ് ഭയങ്കര വാസ്റ്റ് ആയതുകൊണ്ട് 270 അവേഴ്സ് നമ്മൾ പേപ്പർ 1ന് കൊടുക്കണം. പേപ്പർ 2ഉം പേപ്പർ 3യും ഞാനൊരു സിസ്റ്റമാറ്റിക്കൽ അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. പേപ്പർ 2ന് ഒരു 220 അവേഴ്സ് കൊടുക്കാം, പേപ്പർ 3ക്ക് ഒരു 210 അവേഴ്സ് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഏൻഷ്യൻ ആൻഡ് മിഡ്സ് ഇത് ഓരോ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യുന്ന മാർക്കാണ്. അതായത് കഴിഞ്ഞ 2 പേപ്പറിലായിട്ട് ഇപ്പോൾ ഏൻഷ്യൻ ആൻഡ് മിഡിവൽ പീരീഡിൽ ഞാൻ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത് അതൊന്ന് കാണുക നിങ്ങൾ ഇപ്രാവശ്യം മെയിൻസ് ചെയ്യുന്നവരും. ഓക്കെ, അപ്പോൾ ഏൻഷ്യൻറ്റിന് 20 മുതൽ 15 മാർക്ക് എന്ത് വരുള്ളൂ, ഏൻഷ്യൻ്റ് വരുള്ളൂ. പക്ഷേ ഇത് പഠിക്കാൻ നിങ്ങളൊരു 60 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യണം, ഏൻഷ്യൻ്റും മിഡിവലിൻ്റെയും സെലക്റ്റീവായിട്ട് കഴിഞ്ഞ KS-ൻ്റെ ക്വസ്റ്റ്യൻസും അതുപോലത്തുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് ആ മൊത്തം സിലബസ് പഠിക്കാണ്ട് സെലക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്. കാരണം ഭയങ്കര വാസ്റ്റാണ് ഏൻഷ്യൻ ആൻഡ് മീഡിയവലിൻ്റെ സിലബസ്. കിട്ടുന്ന മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനോ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരുപാട് സമയം ഏൻഷ്യൻ മീഡിയവലിൽ കൊടുക്കരുത്. പിന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും ബാലൻസ് ചെയ്ത് വേണം പഠിക്കാൻ. ഓരോ ദിവസവും അറ്റ്ലീസ്റ്റ് ഓരോ സബ്ജക്റ്റും പേപ്പർ ഒരു 10 മണിക്കൂർ എന്ന് ഞാൻ പറഞ്ഞു. 10 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 2 മണിക്കൂർ ഒരു സബ്ജക്റ്റിനെ പഠിക്കാൻ പാടുള്ളൂ. ഒരു ദിവസം പകുതി ദിവസം ഒരു സബ്ജക്റ്റും പിന്നെ ഒരു 5 മണിക്കൂർ ഒരു സബ്ജക്റ്റും പിന്നെ ഒരു 5 മണിക്കൂർ വേറൊരു സബ്ജക്റ്റും പഠിക്കുന്ന സ്റ്റൈൽ എടുക്കരുത്. ഒരു ദിവസം ഒരു സബ്ജക്റ്റ് 2 മണിക്കൂർ, അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം നമുക്ക് 5 സബ്ജക്റ്റ് പഠിക്കാം. അത് നിങ്ങൾ രാവിലെ എഴുന്നേക്ക് വരാൻ നിങ്ങൾ ഇൻഡിവിജ്വൽ ഷെഡ്യൂൾ ഇടുക. 10 മണിക്കൂർ എങ്ങനെ ഞാൻ കണ്ടെത്തും. പിന്നെ ഓരോ 2 മണിക്കൂർ പഠിച്ചു കഴിയുമ്പോഴും ഒരു 15 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു നോട്ട് ഉണ്ടാക്കാനും പഠിച്ചത് നിങ്ങളുടെ സെൽഫ് നോട്ട്സ് ഉണ്ടാക്കാനും ആൻസർ റൈറ്റിങ്ങിനും വേണ്ടി നിങ്ങൾ ടൈം കൊടുക്കണം. അപ്പോൾ ആ ആൻസർ അതൊരു എക്സ്ട്രാ ടൈമാണ്, അത് നിങ്ങൾ കണ്ടെത്തണം. അത് കൂടുതൽ 10 എന്നുള്ളത് 12 മണിക്കൂർ ആക്കുന്നവർക്ക് തീർച്ചയായും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. 85 ദിവസം പഠിച്ചാൽ പോരെ, KS പാസ്സായിക്കൂടെ, നിങ്ങളുടെ ലൈഫിൽ ഒരു ബിഗ് ചേഞ്ച് ഉണ്ടായില്ലേ. അപ്പോൾ പഠിക്കുക, എഫേർട്ട് എടുക്കുക. 85 ദിവസത്തേക്ക് മാത്രം സാക്രിഫൈസ് ചെയ്താൽ മതി, അത് ചെയ്തേ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് നോക്കി നിങ്ങൾ മാർക്ക് വെയിറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ, പേപ്പർ 1ൻ്റെ വെയിറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഈക്വൽ മീൻസ് നമുക്ക് പറയാൻ പറ്റും 20 മാർക്ക് വെച്ചിട്ട് ചില പേപ്പർ കേരള കൾച്ചറിന് മാത്രമാണ് കുറച്ച് വെയിറ്റേജ് കൂടുതലുള്ളത്. കേരള കൾച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വാസ്റ്റ് സിലബസ് ആണ്. പക്ഷെ ഇത് പഠിക്കാൻ ഒരു ടെക്നിക്ക് ഉണ്ട്. അത് നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കേരള കൾച്ചറും കേരള ഹിസ്റ്ററിയും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഓക്കെ, അത് എന്തായാലും കേരള കൾച്ചറിനും കേരള ഹിസ്റ്ററിക്കും കണക്ട് ചെയ്ത് പഠിക്കണം. ഇതിൽ ഈ 5 സബ്ജക്റ്റിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് വേൾഡ് ഹിസ്റ്ററിയാണ്. കാരണം ഇതിൻ്റെ സിലബസ് മീൻസ് ഈ ഏൻഷ്യൻ്റ് മിഡിവൽ മോഡേൺ കേരള കൾച്ചർ വെച്ച് നോക്കുമ്പോൾ വേൾഡ് ഹിസ്റ്ററിൻ്റെ സിലബസ് വളരെ കുറവാണ്. ആൻഡ് ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ആ സിലബസിന് ആ ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. സിലബസ് എന്താണെന്നും അതെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ്. അതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെ PPT ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. കിട്ടാത്തവർ അത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ നോക്കുക, സിലബസ് നോക്കുക, ക്വസ്റ്റ്യൻസ് നോക്കുക, സിലബസും ക്വസ്റ്റ്യൻസും തമ്മിലുള്ള കണക്ഷൻ നോക്കുക. ഇതൊക്കെ കണ്ടിട്ട് വേണം നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഏകദേശം വേൾഡ് ഹിസ്റ്ററിക്ക് ഞാനൊരു 30 hours കൊണ്ട് ഞാൻ സിലബസ് ഞാൻ കണ്ടതാണ്. ഇപ്പോൾ ഞങ്ങളുടെ കുട്ടികളൊക്കെ വേൾഡ് ഹിസ്റ്ററിയിൽ ഏകദേശം ഒരു മേജർ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിലൊരു തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് പറഞ്ഞത്, വേൾഡ് ഹിസ്റ്ററി ഇതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഞാൻ ടൈം കുറവാണ് കൊടുത്തെങ്കിലും ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടാൻ പോകുന്നത്, ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങൾ മെയിൻസ് കഴിയുമ്പോൾ മനസ്സിലാകും എന്താണ്. വേൾഡ് ഹിസ്റ്ററിൻ്റെ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 5 മാർക്കിന് 4 ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ വരാറ്. അത് 4 നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഇസ് ഹൈലി സ്കോറിങ്. അത് എങ്ങനെയാണ് ആ 4 ക്വസ്റ്റ്യൻ ഏതാണെന്നുള്ളതെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇനി അത് വീഡിയോ കാണാൻ പറ്റാത്തൊരു PPT കാണാം. സീരിയസ് ആയിട്ടുള്ള വീഡിയോ തീർച്ചയായും കാണണം, എങ്കിലും നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാകാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, പേപ്പർ 2നെ ആണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഇന്ത്യൻ പോളിറ്റിയാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ്. അപ്പോൾ അതിനൊരു 90 hours അതിന് കൊടുക്കാം. ബാക്കി ഗവർണൻസ്, സോഷ്യൽ ജസ്റ്റിസ് ഒന്നും വിടരുത്. സിലബസിലുള്ള എല്ലാ ടോപ്പിക്കും പഠിക്കുക. IR ഇന്റർനാഷണൽ റിലേഷൻ ഒരു 40 hours കൊടുക്കുക, സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ഒരു 60 hours കൊടുക്കുക, എൻവയറമെന്റ് ഒരു 30 hours കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മാർക്കാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അത് കഴിഞ്ഞാൽ ഗവർണൻസിന് ഞാൻ പറഞ്ഞ ഗവർണൻസിന് 0 മാർക്ക് കിട്ടുക എന്ന് വെച്ചാൽ രണ്ടാമത് നടന്ന 21 നടന്ന സ്ട്രീം 3-കാർക്ക് വേണ്ടി മാത്രം നടന്ന എക്സാമിൽ ഗവർണൻസിനും സോഷ്യൽ ജസ്റ്റിസിനും ഇന്റർനാഷണൽ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല.
ഓക്കെ. അപ്പോൾ അവിടെ അത് എന്നാലും പക്ഷെ നമുക്ക് പഠിച്ചേ പറ്റൂ. നമുക്ക് വരുന്ന എക്സാമിൽ വരില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു സിലബസ് ചെറുതാണ്, അത് പഠിച്ചാൽ മതി. സയൻസ് ആൻഡ് ടെക്നോളജി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓൺ ആൻ ആവറേജ് 24 മാർക്കും 36ൻ്റെ ഇടയിലായിട്ട് വന്നിട്ടുണ്ട്. സിലബസിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഈ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അകത്ത് തന്നെയാണ് എൻവയറമെൻറ്റ് കിടക്കുന്നത്. പക്ഷേ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എൻവയറമെൻറ്റ് എടുത്തു. അപ്പോൾ അത് സിലബസ് നോക്കുമ്പോൾ അവർ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. സയൻസ് ആൻഡ് ടെക്നോളജിൻ്റെ എൻവയറമെൻറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാനത് സെപ്പറേറ്റ് ചെയ്തതാണ്. ഓക്കെ. പക്ഷേ അപ്പോൾ വെയിറ്റേജ് അനുസരിച്ച് എന്ത് ചെയ്യുക, ഇത് ഇങ്ങനെ ഒരു ടൈം പഠിക്കുക. പിന്നെ പേപ്പർ 3 നോക്കുകയാണെങ്കിൽ എക്കണോമി ആൻഡ് പ്ലാനിങ്, ഇന്ത്യൻ എക്കണോമിയും കേരള എക്കണോമിയും കൂടി ചേർന്നിട്ട് 65 മാർക്ക് ഉണ്ട്. ജോഗ്രഫിക്ക് 35 മാർക്ക്. അപ്പോൾ ഇതും എക്കണോമി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എക്കണോമി രണ്ടും കൂടി ചേർന്നിട്ട് എക്കണോമി, ഇന്ത്യൻ എക്കണോമി ആൻഡ് കേരള എക്കണോമി, ഇന്ത്യ എക്കണോമി ആൻഡ് കേരള എക്കണോമി 65 മാർക്കാണ്. 65 മാർക്സ് ആണ്. അത് നല്ല സ്ട്രോങ് ആയിട്ട് ആ സിലബസിനനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇതും ഹൈലി സ്കോറിംഗ് ആണ്. അപ്പോൾ ഇന്ത്യൻ എക്കണോമിക്ക് ഏറ്റവും കൂടുതൽ സിലബസും ഏറ്റവും കൂടുതൽ മാർക്കും വരുന്നത് കൊണ്ട്, കാരണം ഇന്ത്യൻ എക്കണോമി പഠിച്ചാൽ മാത്രമേ കേരള എക്കണോമിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ 65 മാർക്സ് ഉള്ളതുകൊണ്ട് ഞാൻ 150 hours ഇന്ത്യൻ എക്കണോമി ആൻഡ് കേരള എക്കണോമിക്ക് കൊടുക്കുകയാണ്. അത് വേണം സിലബസ് കവർ ചെയ്യാൻ. ജോഗ്രഫിക്ക് ഒരു 60 hours. അപ്പോൾ ഇങ്ങനെ നമുക്ക് 70 days. അപ്പോൾ ഒരു ദിവസം, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ദിവസം 5 സബ്ജക്റ്റ് ഈ 2 മണിക്കൂർ വെച്ച് കൊടുക്കുക. അപ്പോൾ സബ്ജക്റ്റ് ഫാറ്റിഗ്നെസ് വരില്ല. ഒരു സബ്ജക്റ്റ് നമ്മൾ കുറേ നേരം പഠിച്ച് നമുക്ക് ബോറടിക്കും. ഓക്കെ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. മീൻസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പോളിറ്റിയും എക്കണോമിയും അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് എല്ലാ ദിവസവും പോളിറ്റിയും എക്കണോമിയും പഠിക്കുക. ബാക്കിയുള്ള സബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ പഠിക്കേണ്ടത്. ഇങ്ങനെ ഒരു സ്ട്രാറ്റജിയിൽ വെൽ പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എന്താണ് തീർച്ചയായും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പഠിക്കുക മാത്രമല്ല, ഡെയിലി ആൻസർ ചെയ്തുക, വീക്ക്ലി ടെസ്റ്റ് ചെയ്തുക, പിന്നെ ഫോർട്ട്നൈറ്റ്ലി ഫുൾ ടെസ്റ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ അത് ഡബിൾ റിവിഷൻ ആവും. അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ബേസിക്കലി ഒന്നുകൂടി പറയുകയാണ്. ഓക്കെ. ആരെങ്കിലും എൻ്റെ പ്രീവിയസ് വീഡിയോ കാണാൻ, ഞാൻ അന്ന് സമയമുള്ളതുകൊണ്ട് എങ്ങനെ 90 ദിവസം കൊണ്ട് KS മെയിൻസിന് പ്രിപ്പയർ ചെയ്യാന്നുള്ള വീഡിയോ ആണ് ഞാനത് ചെയ്തത്. അത് തീർച്ചയായും കാണുക. അത് നിങ്ങൾക്ക് കാണാത്തവർക്ക് തീർച്ചയായും ഗുണം ചെയ്യും. ഓക്കെ. നമുക്ക് ഇന്ന് 23rd ജൂലൈ ആണ്. ഓക്കെ. അപ്പോൾ 24th ജൂലൈ മുതൽ നമ്മൾ 16th ഒക്ടോബർ വരെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 85 days ഉണ്ട്, 85 ദിവസമുണ്ട്. അപ്പോൾ ഈ 85 ദിവസത്തിൽ 70 days കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സിലബസും കവർ ചെയ്ത് റൈറ്റിംഗ് പ്രാക്ടീസും സ്പേസ് മാനേജ്മെൻറ്റും ടൈം മാനേജ്മെൻറ്റും കൊണ്ട് സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 15 ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. ഈ 15 ദിവസം സമയത്ത് എന്ത് ചെയ്യാം, നിങ്ങൾ ഫുൾ ടെസ്റ്റ് എഴുതുക. ഫുൾ ടെസ്റ്റ് എഴുതി ആ ടൈമിന് 26 ക്വസ്റ്റ്യൻ ആണെങ്കിലും 28 ക്വസ്റ്റ്യൻ ആണെങ്കിലും 2 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഉറപ്പ് വരുത്തുക. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും സ്ട്രീം 1-ലാണെങ്കിൽ 150-ൻ്റെയും 165-ൻ്റെ ഇടയിൽ. അപ്പം ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്, ഒരു ഡെയിലി സപ്പോർട്ടാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ കൂടി എനിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു എത്ര കുട്ടികളെ കാൻഡിഡേറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാനതൊരു ജനറൽ ഗൈഡൻസ് ആണ്. അപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്നവർ ഇപ്പോൾ അത്യാവശ്യം സ്റ്റുഡൻസ് ആയി. അപ്പോൾ എനിക്കൊരു ലിമിറ്റ് ഉണ്ട്. നിങ്ങൾ എവിടെ പഠിക്കുകയാണെങ്കിലും എന്ത് ചെയ്യുക, ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് എഫക്റ്റീവ് ആയിരിക്കും. എന്ത് ചെയ്യുക, റൈറ്റിങ്ങിലൂടെ പഠിക്കുകയും, അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് സാമ്പിൾ മെറ്റീരിയൽ നമ്മുടെ ടെലിഗ്രാം ചാനലിട്ട്, അവിടെ ഞാൻ കുറച്ച് മെറ്റീരിയൽ ഇടും. ജനറലായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മുടെ ചാനലിടും. വീഡിയോസ് ആണെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ സ്ട്രാറ്റജി വീഡിയോസും, പിന്നെ ഞാൻ പറഞ്ഞില്ലേ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതണം എന്നുള്ളതും കോമൺ മിസ്റ്റേക്സിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് ഒരു 15 ദിവസം റിവിഷന് വേണ്ടി, അപ്പോൾ വെറുതെ റിവൈസ് ചെയ്താൽ പോരാ, ആ സമയത്ത് വേണം ഈ 6 ഫുൾ ടെസ്റ്റ് എന്നുള്ളത് വേണമെങ്കിൽ 9 ഫുൾ ടെസ്റ്റ് വരെ എഴുതാം. അതായത് കാരണം GS1-ൻ്റെ 2 ടെസ്റ്റ്, GS2-ൻ്റെ 2 ടെസ്റ്റ്, GS3-ൻ്റെ 2 ടെസ്റ്റ്. എത്ര ടെസ്റ്റ് കൂടുതലായിരുന്നോ അത്രയും വെൽ പ്രിപ്പയർഡ് ആയിരിക്കും നിങ്ങൾ 17th-നും 18th-നും മെയിൻസിന്. ഇങ്ങനെ ഒരു സ്ട്രാറ്റജിയിൽ പഠിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 5 വരാം. ഇതാണ് യഥാർത്ഥ സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യാം സിൻസിയറായിട്ട്, റിലീജിയസ് ആയിട്ട്. ഒരു ഡൗട്ടും നിങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ കഴിവിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ധാരണയും വിശ്വാസം ഉണ്ടാകണം. അതിൻ്റെ ബേസ് ചെയ്തിട്ട് വേണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ യു നീഡ് ടു ഹാവ് എ സ്മാർട്ട് പ്ലാൻ. ഒരു പ്ലാൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും നിങ്ങളുടെ ഗോൾ അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. അതെന്തോ ആയിക്കോട്ടെ.
ആ പ്ലാനാണ് നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി തന്നത്. ഇനി എക്സിക്യൂട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ്. അപ്പോൾ ഫുൾ കമ്മിറ്റ്മെൻറ്റോടുകൂടി സിൻസിയറായിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ മീൻസ് UPSC കഴിഞ്ഞാൽ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഒരു എക്സാമാണ് KS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ കേരള PSCൻ്റെ ഏറ്റവും ഹയസ്റ്റ് എക്സാമാണ്. വളരെ റെയർ ആയിട്ട് 3-4 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു എക്സാമാണ്. അപ്പോൾ ഇതൊരു ഈ ചാൻസിന് മെയിൻസ് പാസ്സായവർ, പ്രിലിംസ് പാസ്സായവർ അത് മിസ് ചെയ്യരുത്. അത് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാം, അത് നന്നായി പഠിക്കുകയും ചെയ്യാം. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ മെയിൻസ്. എനി ഹെൽപ്പ് ഞാൻ പറഞ്ഞില്ല, ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെയും ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.